ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു അമ്പലം കാണിച്ചു തന്നാലോ? അപ്പോൾ ഇതേപോലത്തെ ഒരു അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാട്ടോ. കാരണം ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. ആൻഡ് നമുക്കൊന്ന് കണ്ടിട്ട് തന്നാലോ? കാണുന്ന കേട്ടോ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള വഴി. ആൻഡ് നമ്മളിങ്ങനെ നടന്നെത്തുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കണ്ടില്ലേ? ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെന്നിട്ട് വേണം നമുക്ക് ആ അമ്പലത്തിലേക്ക് എത്താൻ. ആൻഡ് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? പഴയ കാലത്തെ കുറേ കല്ലൊക്കെ വെട്ടിച്ചുള്ള സ്റ്റെപ്പുകളാട്ടോ. അതുകൊണ്ട് നമുക്കിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ രസമാണ്. പോരാത്തതിന് നിങ്ങൾ കേട്ടില്ലേ, കിളികളുടെയും ഇതിൻ്റെ ഒച്ചപ്പാടുകളേ ഉള്ളൂ. അതിൻ്റെ ഇവിടെ ഒരുപാട് മരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൈലൻസാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് അമ്പലം, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കണം, മീൻസ് ഒരു എസ്റ്റേറ്റിൻ്റെ നടുവിലുള്ളൊരു അമ്പലം. ഇനി ചുറ്റും പറയുന്ന പോലെ എന്താ പറയുക, വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ സമയത്ത് ഏകദേശം ഉച്ചയൊക്കെ ആവാനായിട്ടോ. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വന്നേ. എന്നാൽ പോലും ഇവിടെ വെയിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അമ്പലത്തിൻ്റെ മുമ്പിൽ വലിയൊരു മരം ഉണ്ട് കേട്ടോ. കാട്ടുചമ്പകത്തിൻ്റെ മരമാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, കാട്ടുചമ്പകത്തിൻ്റെ ഒരു മരം അവിടെയുണ്ട്. ആൻഡ് അതിൻ്റെ ചുറ്റും വേരുകളാട്ടോ. വലിയ മരമാണിത്. അപ്പം ഇതിവിടുത്തെ വനദുർഗയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വനദുർഗയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ഒരു അമ്പലമാട്ടോ. കൈസ് കരിങ്കുരങ്ങോട് നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ വനദുർഗയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അമ്പലം കൂടിയാണ്. ആൻഡ് ഈ ഒരു അമ്പലത്തിൽ എല്ലാ വർഷവും ഗുരുസി അടക്കാറുണ്ട് കേട്ടോ. ഗുരുസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കും. ആൻഡ് ഗൈസ് ഫുൾ ഒച്ചപ്പാടാണ് ഇവിടെ. കുരങ്ങന്മാരെ കൊണ്ട് ഒച്ചപ്പാട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ എല്ലാ വർഷവും ഗുരുസി നടക്കാറുണ്ട്. അപ്പോൾ ഈ മരത്തിന് ചുറ്റൊക്കെ ഉള്ള ഇരുന്ന വേരുകളിലും ഇവിടെയൊക്കെ നിന്നിട്ടാട്ടോ ആൾക്കാർ ഇതൊക്കെ കാണൽ. പിന്നെ കൂടാണ്ട് കുറേ വടികൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടല്ലേ, വെട്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മലയുണ്ട് ബാക്കിൽ. അപ്പോൾ ആ മലയിൽ എല്ലാ വർഷവും ഉത്സവം നടക്കും മലേൻ്റെ മുകളിൽ. അപ്പോൾ മലേൻ്റെ മുകളിൽ കയറി വരുന്ന ആൾക്കാർ വെട്ടിക്കൊണ്ടിടുന്ന മരങ്ങളാട്ടത്. അപ്പോൾ അവരുടെ വിശ്വാസമാണ് എന്ത്, ഇങ്ങനത്തെ ഓരോ മല ഇറങ്ങി വരുമ്പം ഇങ്ങനത്തെ വടികൾ കൊണ്ടുവരണം എന്നുള്ളത് ഒരു വിശ്വാസം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഇതിവിടെ കൊണ്ടിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ ഒരു 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 കുളം പോലത്തെ ഒരു സംഭവം ഉണ്ട്, കണ്ടില്ലേ? മഴക്കാലത്ത് മാത്രം നിറയുന്നൊരു കുളം കേട്ടോ, ഉണ്ടല്ലേ? നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ. അപ്പോൾ മഴക്കാലത്ത് മാത്രം എന്താ പറയുക, വെള്ളം നിറയുന്ന ഒരമ്പലമാണിത്, മീൻസ് കുളമാണിത്. വേറെ രസം എന്താ, ഞാനിപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ കൂടി ഇവിടെ നിന്ന് ഒരു മുയൽ ഓടിപ്പോയി. ആൻഡ് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല മൃഗങ്ങളെയും കാണാം. ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഫുൾ സൈലൻസ് ആയിട്ടോ. സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കേൾക്കാനില്ല. കുറച്ച് പട്ടികൾ ദൂരെ നിന്ന് കുറയ്ക്കുന്നുണ്ട്, അതല്ലാതെ വേറെ ഒന്നും. എല്ലാ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ കേൾക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എസ്റ്റേറ്റാണ്. ഇതൊരു കപ്പിത്തോട്ടം, ഐ മീൻ കോഫി എസ്റ്റേറ്റ് ആട്ടോ. കോഫി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയായിരിക്കും എല്ലാവർക്കും. അപ്പം അങ്ങനെ ഒരു എസ്റ്റേറ്റാണ്. ഇത് കണ്ടില്ലേ, കാപ്പിക്കുരു പറിക്കുന്ന ടൈമും കൂടിയാണ്. സോ ഇത് പറിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, കാപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അമ്പലത്തിനെ കുറിച്ചാണ്. എങ്ങനെ അടിപൊളിയല്ലേ ഗൈസ്? ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു അമ്പലം നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്ത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.